തിരിച്ചെത്താം. ശ്രീമതി പി ഗീത, പ്രതിരോധം അതിന്റെ ഏറ്റവും വലിയ ശക്തമായ മാതൃകയാണ് ഇന്ന് കേരളം കണ്ടത്. അതിനൊരു തുടർച്ചയുണ്ടാകുമെന്നാണോ കരുതേണ്ടത്? ഈ രീതിയിൽ പ്രതിരോധിക്കുക മാത്രമേ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വഴിയുള്ളൂ എന്നതിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എനിക്കിപ്പോൾ ശരിയാന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാണ്. അതെന്താണെന്ന് വെച്ചാൽ, എത്രയോ കാലമായിട്ട് ഇങ്ങനെ അടക്കി നിർത്തിയിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു സ്ത്രീകളുടെ മുഴുവൻ നിസ്സഹായതയും പുറത്തു വന്നിട്ടുള്ളൊരു നിമിഷമാണിത്. കാരണം അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ഒരു ഔട്ട്ബേസ്റ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഇതിപ്പോൾ ഒരു പെൺകുട്ടിയല്ല ഇത് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സ്മൃതി ഇതിനെ അഭിമാനാർഹം എന്ന് പറയുന്നത്? ലാസർ ഷൈനെ പോലുള്ള ഒരാൾ തൻ്റെ കൂടെയുള്ള സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം കൂടി വെച്ചുകൊണ്ടാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. എന്നോടൊപ്പമുള്ള നിരവധി സ്ത്രീകൾ, ഞാൻ കണ്ടിട്ടുള്ള വിതുരയിലെ പെൺകുട്ടി, സൂര്യനെല്ലിയിലെ പെൺകുട്ടി ഉൾപ്പെടെയുള്ള നിരവധി പെൺകുട്ടികൾ പറഞ്ഞു കേട്ടതുള്ള ഒരുപാട് പ്രതിരോധങ്ങൾ, നിസ്സഹായമായി പോയിട്ടുള്ള പ്രതിരോധങ്ങൾ, നിയമത്തിൻ്റെ മുമ്പിൽ നിഷേധിക്കപ്പെട്ട നീതികൾ, നിയമസഹായത്തോടുകൂടി അവർ തന്നെ കുറ്റക്കാരാവുന്ന സാഹചര്യങ്ങൾ, ഇതുപോലെ പ്രതികളെ രക്ഷിച്ചെടുക്കുന്ന സാഹചര്യങ്ങൾ, ഇതിനൊക്കെ നമ്മൾ നേരിട്ട് സാക്ഷ്യം വഹിക്കുകയും അപ്പോഴൊക്കെ നമ്മൾ ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരമൊരു നിമിഷത്തിൽ നിയമത്തെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് വളരെ ജൈവികമായിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ പോലീസ് പറഞ്ഞ രീതിയിലാണെങ്കിൽ ആ കുട്ടിക്കെതിരെ ആയുധം കൊണ്ട് കീഴ്പ്പെടുത്താൻ വന്നവൻ്റെ ആയുധത്തെ തിരിച്ചെടുത്തിട്ട് ആ കുട്ടി തൻ്റെ ആത്മരക്ഷ ഉറപ്പാക്കിയിരിക്കുന്ന ഒരു സന്ദർഭത്തെ ഞാൻ തീർച്ചയായിട്ടും ഇതൊരു ചരിത്ര മുഹൂർത്തം എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നു. ഇതിന് ഇനി തുടർച്ചയുണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ അടുത്ത് തന്നെ ആക്രമിക്കാൻ വരുന്ന ഒരാളുടെ ലിംഗം ഛേദിച്ചിട്ട് തന്നെ ആയിക്കൊള്ളണം ഇതിൻ്റെ തുടർച്ച എന്നില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു തരത്തിലുള്ള പ്രതിരോധങ്ങളിലേക്കും പോകാനുള്ള സാധ്യതകളാണ് ഇവിടെ തുറന്നു കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പ്രതിരോധിച്ച നടപടി അത് ഉദാത്തമാണ്, ധീരമാണ് എന്ന് മുഖ്യമന്ത്രി കൂടെ പറയുന്നത്. ആരും ഒന്നും ചോദിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ചിലത് ചെയ്യാൻ പറ്റുമെന്ന് കേരളത്തിലെ പെൺകുട്ടികൾ, അങ്ങനെ ചിലരെയെങ്കിലും ഭയപ്പെടുത്താൻ ഒരു പക്ഷേ ആ കാര്യത്തിന് സാധിച്ചിരിക്കും. ശ്രീ ഭാനു, അപ്പോഴും മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ പ്രതികരണം പെട്ടെന്നുള്ള ഒരു പ്രതികരണമായിരിക്കാം, ഇരയ്ക്കൊപ്പം നിന്നുള്ള ഒരു പ്രതികരണമായിരിക്കാം. എങ്കിൽ പോലും അത് ധീരമായ നടപടി, ഉദാത്തമായ നടപടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥയിലൂടെ കാര്യങ്ങളിലൂടെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ കാര്യങ്ങൾ പോകുന്നതിനേക്കാൾ എളുപ്പമായി ആ പെൺകുട്ടി അത് നടപ്പാക്കി എന്നതിനെ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിനെ എങ്ങനെ വേണം കാണാൻ? അതിനെ തീർച്ചയായിട്ടും ഇതേപോലുള്ള ഒരു പ്രതികരണമായിട്ട് മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയുള്ളൂ. ഒരു പക്ഷേ പഠിച്ച ശേഷം കേസിൻ്റെ രേഖകൾ മനസ്സിലാക്കി അദ്ദേഹം അത് യഥാർത്ഥത്തിലുള്ള ഒരു പ്രതികരണം പിന്നീട് വരുമെന്ന് വിശ്വസിക്കാം. ശ്രീ ലാസർ ഷൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കേസുകളിലും തന്നെ പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായ ക്രൂരമായ നടപടികൾ ചില ഉദാഹരണങ്ങൾ സഹിതം താങ്കൾ പറയുകയുണ്ട്. പക്ഷേ ഈ കേസിൽ കൃത്യമായും പോലീസ് ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ പോലീസിൽ മാറ്റമുണ്ടാകുന്നു എന്ന രീതിയിൽ കൂടി അതിനെ കാണേണ്ടി വരില്ലേ? ഈ വിഷയത്തിൽ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഈ പെൺകുട്ടി നിയമ വിദ്യാർത്ഥിനിയാണ്, കന്റോൺമെന്റ് പോലീസിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു, അങ്ങനെ പോലീസുകാരുമായി പരിചയമുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം രാത്രി പുറത്തിറങ്ങി ഈ കുട്ടി തന്നെ പോലീസിനെ വിളിച്ചറിയിക്കുകയാണ്, ഞാനിങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടെന്ന്. പോലീസ് എത്തി ഇയാളെ ആശുപത്രിയിലാക്കുന്നു. നടപടികളിലേക്ക് കടക്കുമ്പോൾ പെൺകുട്ടിക്കൊപ്പം നിന്നുകൊണ്ട് നിയമപരമായി പൂർണ്ണമായും പെൺകുട്ടിക്ക് പ്രശ്നമാകാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ പോലീസിലും മാറ്റം സംഭവിച്ചു, അങ്ങനെ ഒരു പോസിറ്റീവായ ഒരു കാര്യം കൂടി നടന്നിരിക്കുന്നു എന്നുകൂടി കരുതേണ്ടേ? പോലീസിൽ മാറ്റം സംഭവിച്ചു എന്നൊന്നും കരുതാൻ മാത്രം വിഡ്ഢിയല്ല സ്മൃതി ഞാൻ. കാരണം പോലീസ് അങ്ങനെയല്ല പെരുമാറുന്നത്. നമുക്ക് ഉദാഹരണങ്ങളില്ല നമ്മുടെ മുന്നിൽ, നമുക്ക് അങ്ങനെ പറയാനായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലില്ല. നിലവിലുള്ള സംഭവത്തിൽ തന്നെ എന്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ ഒറ്റ കേസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ പർട്ടിക്കുലർ കേസിൽ പിണറായി വിജയൻ പോലൊരു മുഖ്യമന്ത്രി ധീരമായി തന്നെ അത് ചെയ്ത പെൺകുട്ടിയെ അഭിനന്ദിക്കുകയും അല്ലെങ്കിൽ സ്ത്രീകളുടെ ധീരതയെക്കുറിച്ച് എടുത്തു പറയുകയും ചെയ്തു. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്മൃതി. പക്ഷെ അതേ പിണറായി വിജയൻ
സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് എതിരെ നടന്നൊരു സമരത്തിന്റെ സമയത്ത് പറഞ്ഞത് ഇത് ബെഡ്റൂമിൽ ചെയ്യേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മൾക്കിതിനെയൊക്കെ പലതിനെയും പല പല കള്ളികളിൽ നിർത്തി കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇതെല്ലാം തന്നെ ഒരേ കാര്യമാണല്ലോ, ഒരേ കാര്യങ്ങൾ തന്നെയാണല്ലോ സംഭവിക്കുക. അപ്പോൾ ഈ പർട്ടിക്കുലർ കേസിൽ മാത്രമായി സംസാരിക്കണം എന്നുള്ളത് വളരെ വളരെ കഷ്ടപ്പെട്ടൊരു കാര്യം, കഷ്ടപ്പെട്ട് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പർട്ടിക്കുലർ കേസ് എന്നുള്ളത്. പർട്ടിക്കുലർ കേസ് അല്ലല്ലോ ഇത്. ഞാൻ പറഞ്ഞ ഒരു റേപ്പ് പോലെ ഒരു വിഷയത്തെ ഒരു പർട്ടിക്കുലർ കേസിൽ മാത്രം നിർത്തി സംസാരിക്കുക ഒരു സമൂഹത്തെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ വലിയ പാടായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറം ഈ നിലവിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു കൃത്യം, അതായത് ഒരു പെൺകുട്ടി അവളുടെ പ്രതിരോധം ഒരു നിയമത്തിനപ്പുറം, നിയമത്തെ വകവെക്കാതെ എന്നല്ല, ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനാധിപത്യപരമായി നിർവഹിച്ചിരിക്കുന്നു. നമ്മൾ പെൺകുട്ടികളെ കരാട്ടെ പഠിപ്പിക്കാറുണ്ടല്ലോ. എന്തിനാണ് കരാട്ടെ പഠിപ്പിക്കുന്നത്? പ്രതിരോധിക്കാൻ. ഇത്തരം ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് അവളുടെ കരാട്ടെ പ്രയോഗിക്കുന്നു. കരാട്ടെ പ്രയോഗിക്കുകയും ആ കരാട്ടെ പ്രയോഗത്തിൽ ഇയാളുടെ ലിംഗം ഏതെങ്കിലും തരത്തിൽ തകരാറിലാകുകയും ചെയ്താൽ എന്നതുപോലെ തന്നെയല്ലേ ഇതും. ഞാൻ പറഞ്ഞ പ്രതിരോധം സ്ത്രീകൾ വർദ്ധിക്കുന്നു. ഓരോ നിമിഷവും നമ്മൾ കാണുന്നു പ്രതിരോധിക്കുകയാണ് സ്ത്രീകൾ. സ്ത്രീകളുടെ പ്രതിരോധം ഇന്ത്യയിൽ ആകമാനം വർദ്ധിക്കുന്നു. അത് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത് ഈ ചട്ടമ്പിസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം കാവിയുടുത്തിരുന്നില്ല. പക്ഷെ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളെ നോക്കൂ, അദ്ദേഹം കാവിയുടുത്ത് ചട്ടമ്പിസ്വാമിയെ റേപ്പ് ചെയ്യുന്ന ആളാണ്. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ റേപ്പ് എന്നുള്ള ടേം പലതരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അതിനെ ഇത്തരത്തിലുള്ള അധികാരത്തിന് എന്തിനാണ് ഇദ്ദേഹം കാവ്യ ഉപയോഗിച്ചിരിക്കുന്നത്? ഈ കാവ്യയുടെ ഉപയോഗം അധികാരത്തിന്റെ ഉപയോഗമാണ്. ഈ അധികാരത്തിന്റെ ഉപയോഗമാണ് ആ വീടിനുള്ളിൽ നടന്നത്. ഞാൻ പറഞ്ഞത് വീട് എന്ന് പറയുന്ന ഒരു കാര്യത്തിനുള്ളിൽ നിരന്തരം റേപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും തെരുവിലല്ല നടക്കുന്നത്. വീട്, കുടുംബം എന്ന് പറയുന്ന, നമ്മൾ ഏറ്റവും സംരക്ഷിതം എന്ന് പറയുന്ന പിണറായി സഖാവ് തന്നെ പറഞ്ഞ ബെഡ്റൂം ഉള്ള വീട്, ആ കുടുംബത്തിനുള്ളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ കേസിലല്ല അതങ്ങനെ സംഭവിച്ചത്. കൊല്ലത്ത് നടന്ന സംഭവം, വാളയാറിൽ നടന്ന സംഭവം, കൊല്ലങ്കോട് നടന്ന സംഭവം, ഈ സംഭവങ്ങളെല്ലാം തന്നെ വീടുകൾക്കുള്ളിലാണ് നടക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു, ഒരു സർക്കാർ എന്നുള്ള നിലയിൽ നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത്തരത്തിലുള്ള ഒരു ഉത്തരവും കിട്ടുന്നില്ല. ഈ സംഭവം അടക്കം ചോദ്യങ്ങൾ മാത്രമാണ് ഉയർത്തുന്നത്. ഉത്തരങ്ങളൊന്നും തരാതെ നിരന്തരം ചോദ്യങ്ങൾ മാത്രം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിക്കൊപ്പമാണ് മുഴുവൻ സമൂഹവും എന്നുള്ള ഒരു മനസ്സിലാക്കൽ നിന്നായിരിക്കാം ഒരുപക്ഷെ സർക്കാരിൽ നിന്നും അത്തരം ഒരു പ്രതികരണം ഉണ്ടായത്. ശ്രീ ഭാർഗവറാം, താങ്കൾക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണത്തിനുള്ള മറുപടി, നേരത്തെ ആ കപട സന്യാസിക്കെതിരെ ഉയർന്ന ഒരു ആരോപണം ആ നിലയ്ക്ക് അല്ലെങ്കിൽ കൂടെ താങ്കളുടെ കാഷായ വസ്ത്രവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ശ്രീ ഭാർഗവറാം, കേട്ടില്ല, എനിക്ക് കേൾക്കാൻ വേണ്ടി വയ്യ. സ്മൃതിജി, എൻ്റെ ഇയർഫോൺ കട്ടാണെന്ന് തോന്നുന്നു. എന്താ ചോദിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇയർഫോൺ കട്ടാണ് വിഷയം എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യം എനിക്ക് പറയാം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കേരളത്തിന്റെ സ്ത്രീ സുരക്ഷാ മേഖല പോലീസിനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ആഭ്യന്തര സുരക്ഷാ തരിപ്പണമായിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. പോലീസിന് പരാതി കൊടുത്താൽ നോക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ പോലീസ് കൃത്യമായിട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന നീതിന്യായ നിർവഹണത്തിന്റെ മേഖലയിൽ എല്ലാം തകർന്ന തരിപ്പണമായി കേരളത്തിന്റെ ഭരണപരാജയമായിട്ട് വിലയിരുത്തപ്പെടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കേട്ടുകൂടാ ഭരണപരാജയം എന്നൊക്കെ പറയാമെങ്കിലും നിങ്ങളുടെ കൂടെ നടന്നിരുന്ന ആളെ പെട്ടെന്നൊരു ഘട്ടത്തിൽ തള്ളിപ്പറയുക എന്നതിലപ്പുറം അതിന്റെ യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ ഇപ്പോൾ സർക്കാരിനെ കുറ്റം പറയുന്നതിൽ എന്ത് അടിസ്ഥാനം? ശ്രീ ഭാർഗവറാം, പറഞ്ഞു കഴിയുമ്പോൾ അത് ഊരി വെക്കുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹം കേൾക്കുന്നില്ല. ശ്രീ ഉദയഭാനു, ഇതിന്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വിഷയം, ഇത്തരം സന്യാസിമാർ എങ്ങനെ കുടുംബങ്ങളിലേക്ക് എത്തുന്നു, വീടുകളിലേക്ക് എത്തുന്നു, അവിടെ പ്രത്യേക പൂജകൾ നടത്തുന്നു എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം അത് ചുവപ്പ് നാടയിലാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയല്ലേ? നമ്മുടെ കുടുംബങ്ങളിലെ അരക്ഷിതാവസ്ഥ വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സ് ദുർബലമാകുന്ന ഘട്ടത്തിലാണ് ഇത്തരം സ്വാമിമാരെ ആശ്രയിക്കുന്നത്. അത് ഹിന്ദുക്കളാണെങ്കിൽ ഇതുപോലെ കാവിയിട്ട ആളുകളെ അല്ലെങ്കിൽ ലോഹയിട്ട ആളുകളെ, മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ആശ്രയിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും. അങ്ങനെ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിഭാഗം ആളുകളെങ്കിലും ഇതൊരു ചൂഷണത്തിലുള്ള മാർഗമായിട്ട് എടുക്കുന്നുണ്ട്. ആ ചൂഷണത്തിനായിട്ട് എടുക്കുന്ന ആളുകളാണ് ഇപ്രകാരം മോശപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. ഇതൊന്നുമില്ലാതെ തന്നെ എത്രയോ വിഭാഗത്തിൽപ്പെട്ട
ഇപ്പോൾ സന്യാസിന് ആത്മീയമായിട്ടോ ആധ്യാത്മികമായിട്ടുള്ള അറിവ് പകർന്നു കൊടുത്ത് സമൂഹത്തെ ഉദ്ധരിക്കുവാനും പുനരുദ്ധരിക്കുവാനും ആയിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള രംഗങ്ങളിൽ അതുപോലെ തന്നെ മറ്റ് കർമ്മരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന മോശപ്പെട്ട പ്രവൃത്തി നടത്തുന്ന ആളുകൾ, ഈ അന്ധവിശ്വാസത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ആളുകൾ ഇതൊരു വിഭാഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ്. സമൂഹത്തിലെ മറ്റേത് വിഭാഗത്തിലും ഇപ്പോൾ നേരത്തെ ഈ കാമാന്ധന്മാരായിട്ടുള്ള ആളുകളുടെ പട്ടിക പറയുന്ന കൂട്ടത്തിൽ ഡോക്ടർ ഗീതയും മറ്റും പറഞ്ഞതിൽ അധ്യാപകരെ വിട്ടുപോയി. ഇപ്പോൾ പന്തളം കോളേജിൽ അധ്യാപകരായിരുന്നതിൽ പ്രതികളായിട്ടുള്ള ആളുകൾ, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ പ്രതിപട്ടികയിൽ ഓരോ ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട്. അത് വരുന്നു എന്ന് കരുതി ഏതെങ്കിലും ഒരു വിഭാഗക്കാർ മാത്രമാണ് ഈ കുഴപ്പക്കാരെന്നല്ല. മനസ്സിന് ദൗർബല്യമുള്ള അല്ലെങ്കിൽ ഇത്തരം വൈകാരികമായിട്ടുള്ള കുഴപ്പങ്ങൾക്ക് കീഴ്പ്പെടുന്ന മുഴുവൻ പുരുഷന്മാരും ഇത്തരം കുഴപ്പങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്. ഇവർക്ക് ഈ സന്യാസിമാർക്കൊക്കെ സ്വീകാര്യത വരുന്നത് കുടുംബങ്ങളിൽ അരക്ഷിതാവസ്ഥ വർദ്ധിക്കുമ്പോഴാണ്. ആ കുടുംബങ്ങളിലെ അരക്ഷിതാവസ്ഥ അവസ്ഥ വർദ്ധിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ സാമൂഹ്യപരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പരിഹരിക്കപ്പെടണം. ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം ഇതാണ്. താങ്കൾ ഉപയോഗിക്കുന്ന വസ്ത്രം കാവിയാണ്. ഈ കാവ്യ വസ്ത്രം ചട്ടമ്പിസ്വാമിയുടെ പേരിലാണ് ഉപയോഗിക്കുന്നത്. ചട്ടമ്പിസ്വാമി ഇത്തരമൊരു കാവ്യ വസ്ത്രം ഉപയോഗിച്ചിരുന്നില്ല. വളരെ കൃത്യമായി മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്തരത്തിൽ വീടുകളിലേക്ക് കയറി ചെല്ലുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് കാവി. താങ്കളടക്കം ഇത്തരത്തിൽ കാവ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ആ വീടിനുള്ളിലേക്ക് കയറിയത്. ഞാൻ പറഞ്ഞതാണ്, അതായത് ചട്ടമ്പിസ്വാമി എന്ന് പറയുന്ന ഒരു വലിയ സന്യാസിയെ, ഒരു വലിയ ചിന്തകനെ റേപ്പ് ചെയ്യുന്ന ആളാണ് താങ്കളടക്കം. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് റേപ്പ് എന്ന് പറയുന്ന ടേം ഒരു ചെറിയ സ്ഥലത്ത് ഒതുങ്ങുന്നതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ പെട്ടെന്ന് മറുപടി. അദ്ദേഹം ഒരു മുൻവിധിയോടുകൂടെ ഈ കാര്യങ്ങളെല്ലാം നോക്കി കാണുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ പുള്ളി എന്നെ തന്നെ എൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചോ എൻ്റെ രീതികളെക്കുറിച്ചോ ഒന്നും അറിയാതെ എന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുകയാണ്. ആ പ്രവണത എന്തായാലും അദ്ദേഹത്തിന് ചേർന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടംപോലെ എഴുത്തുകാരില്ലേ, ഇതുപോലെ കുഴപ്പക്കാരായിട്ട് ഇഷ്ടംപോലെ അതുപോലെ തന്നെ നിരവധി രാഷ്ട്രീയക്കാരില്ലേ. അപ്പൊ അങ്ങനെയല്ല, എന്ത് സഹായം നൽകാനാകും? പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുമ്മനം രാജശേഖർജി നേരത്തെ തന്നെ എന്താവശ്യമാണ് വേണ്ട അതിനോടൊപ്പം നിൽക്കും. ഹലോ, എന്നോടാണോ? അതെ അതെ ഹലോ അതെ ശ്രീമതി പി ഗീത, വളരെ പെട്ടെന്ന് എന്താ ചോദ്യം? ഒന്നും കൂടി ഒന്ന്. നിയമക്കുരുക്കുകളാണ് പെൺകുട്ടിക്ക് മുന്നിലെങ്കിൽ ഇനി അങ്ങോട്ട് പൊതുസമൂഹം എന്ത് പിന്തുണയാണ് പൊതുസമൂഹത്തിന് എന്ത് പിന്തുണയാണ് നൽകാനാവുക? അത് എനിക്ക് തോന്നുന്നു മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം എന്നുള്ളത്. വാസ്തവത്തിൽ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ എങ്ങനെയാണ് കൊലപാതക കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളത് നിയമ ചരിത്രത്തിൽ ഒരു വലിയ ഏടാണെന്ന് ഞാൻ കരുതുന്നു. കോയയുടെ കൊലപാതകി ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ നിയമങ്ങളുടെ സാധ്യതകൾ നീതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ എന്തുകൊണ്ടാണ് പിന്നീട് വന്നിട്ടുള്ള നിയമജ്ഞർക്ക് ഒരു തലമുറ കഴിഞ്ഞപ്പോൾ സാധ്യമല്ലാതെ പോയത് എന്നുള്ളത് ഞാൻ അത്ഭുതത്തോടെ ഓർക്കാറുണ്ട്. ഇപ്പം അഡ്വക്കേറ്റ് ഉദയഭാനു പറഞ്ഞതുപോലെ അധ്യാപകരെ ഓർക്കാതെയൊന്നുമല്ല, നിരന്തരം അധ്യാപകരായിട്ടുള്ള ആൾക്കാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്നും എല്ലാ ഇന്റേണൽ അസസ്മെൻറ്റുകളുള്ള കോളേജുകളിൽ നിന്നും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അധ്യാപകരെ ഞാൻ വിചാരിച്ചാൽ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എത്ര ആഗ്രഹിച്ചാലും ആ പട്ടികയിൽ അധ്യാപകരുണ്ടായിരിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിയമക്കുരുക്കുകൾ, ഞാൻ തിരിച്ചു വരികയാണ് സ്മൃതിയിലേക്ക്. നിയമക്കുരുക്കുകൾ എന്നുള്ളത് ആ കുരുക്ക് വേണമെങ്കിൽ അധികാരികൾക്ക്, കുറ്റപത്രം തയ്യാറാക്കുന്നവർക്ക്, നീതിക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് അഴിക്കാൻ സാധ്യമായിരിക്കുന്ന കുരുക്കുകളാണ്. കുരുക്കുകൾ അഴിക്കാനാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ തരത്തിൽ എല്ലാ പിന്തുണയും പെൺകുട്ടിക്ക് ഈ പൊതുസമൂഹം നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമ്മുടെ സമയം അവസാനിക്കും.